ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തൈര് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിന്ന് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്തയിലെ ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പേര് ഭപ്പ ഡോയി എന്നാണ് കൊൽക്കത്തയിലൊക്കെ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് തൈര് കൊണ്ട് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 1 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് പുളി കുറഞ്ഞ തൈരാണ് നല്ലത്. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ മധുരം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പുളി കുറഞ്ഞ തൈര് എടുക്കുക. അപ്പോൾ തൈര് എടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചെന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. തൈര് നന്നായിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന പുഡിങ്ങിൽ ഏലക്കയാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്ലേവേഴ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാനിലയോ അല്ലെങ്കിൽ റോസ് എസെൻസ് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഫ്ലേവേഴ്സ് നമുക്ക് മാറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏലക്ക ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തൈര് നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മതിയാവില്ല, കുറച്ച് കൂടുതൽ വേണ്ടി വരും. തൈരിൻ്റെ പുളി നോക്കിയിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറായിട്ടുണ്ട് പുഡിങ്ങിൻ്റെ മിക്സ്. നമുക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കപ്പാണ് എടുത്തേക്കുന്നത്. ഇതേപോലത്തെ കപ്പല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇതേപോലെ ഗ്ലാസിൻ്റെ ചെറിയ ബോൾ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അങ്ങനെ എന്തായാലും എടുത്താൽ മതിയാകും. അപ്പോൾ ഈ കപ്പിലോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പിനകത്തോട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് നമുക്ക് ഒരു 1/4 ഭാഗം നിറയ്ക്കാം. അപ്പോൾ എല്ലാ കപ്പിലും ഒരു 1/4 ഭാഗത്തുള്ള നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് നിറച്ചിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. പുഡിംഗ് എല്ലാം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ ഇതെല്ലാം ഇറക്കി വെക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ടിൽ നമ്മൾ പുഡിംഗ് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പുഡിംഗ് നന്നായിട്ട് കുക്കായിട്ട് വരും. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മൾ പുഡിങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് പുഡിംഗ് ഒന്ന് ആവിയിൽ നിന്ന് നമുക്ക് താഴെ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ പുഡിംഗ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ് ഉള്ളത്. നമുക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ചൂട് ആറിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കാം. ഒരു മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. പുഡിംഗ് നല്ല തണുപ്പായിരിക്കുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചൂടാറിയിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടി തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പുഡിംഗ് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിന് മേലെ കുറച്ച് നട്ട്സൊക്കെ വിതറിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പിസ്താഷ്യോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇപ്പം കശുവണ്ടി പരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ യോഗട്ട് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.